ഹായ് എവരി വൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോർമലി സിമ്പിളായിട്ട് പറയുമ്പോൾ പ്രസൻ്റ് ആയിട്ടും പാസ്റ്റ് ആയിട്ടും ഫ്യൂച്ചറായിട്ടും നമ്മൾ സംസാരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ മൂന്ന് രൂപങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് വേർബ്സ് ഉണ്ട്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയകളാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. അല്ലാണ്ട് ഇതിനെ വെർബ് എന്നോ ക്രിയ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മൂന്ന് രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയായിട്ട്? പാസ്റ്റായിട്ടും പ്രസൻ്റ് ആയിട്ടും ഫ്യൂച്ചറായിട്ടും. അത് കൂടാണ്ട് ഒരുപാട് രീതികളുണ്ടല്ലോ, കുറേ ടെൻസുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഈ മൂന്ന് രൂപങ്ങൾ നമ്മൾ ഒരു ക്രിയയുടെ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ പറയാണ് ആയ എന്ന് പറഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾസ് പറയാം. അവൻ വന്നു, അവൻ വന്നു. വോ ആയ. ഇപ്പം അവൾ വന്നു എന്നാണെങ്കിൽ വോ ആയി. മനസ്സിലായോ? ഇനി അവർ വന്നു എന്നാണെങ്കിലോ വേ ആയി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വന്നു എന്നാണ്. ഇനി പോയി എന്നാണെങ്കിലോ ഗയ എന്നാണ്. പോവുക അല്ലെ? പോയി എന്ന് പറയാനായിട്ട് ഗയ എന്നാണ്. അപ്പോൾ അവൻ പോയി, വോ ഗയ. അവളാണെങ്കിൽ ഗയി, അവരാണെങ്കിൽ വേ ഗയെ. മനസ്സിലായോ? അപ്പോൾ ഇതുകൂടാതെ അവൻ വന്നിരുന്നു എന്നാണെങ്കിൽ നമ്മൾ പറയുന്നത് വോ ആയാത്ത. അതുപോലെ തന്നെ വോ ഗയാത്ത, പോയിരുന്നു. മനസ്സിലായോ? ഈ ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗയി തീ, അവളാണെങ്കിൽ തീയാ വരിക കേട്ടോ. അപ്പോൾ ഈ തായും തീയും വരുന്നത് കണ്ട അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? കഴിഞ്ഞുപോയ കാര്യമാണ്. അത് ഏത് ക്രിയയുടെ കൂടി, ഇപ്പോൾ പറയുക, ബോൽന, കളിക്കുക, കേൾന, അങ്ങനെ എന്ത് ക്രിയയുടെ കൂടി നമ്മൾ ഈ താ കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ തായോ തീയോ കഴിഞ്ഞുപോയ കാര്യം പറയാനാണ്. തായും തീയും മാത്രമല്ല കേട്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അത് പാസ്റ്റ് ടെൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് വരുന്നത് എവിടെയാണെന്നറിയോ? നമുക്ക് ഡൗട്ട് വരുന്നത് കല്ലെന്ന വാക്കിലാണ്. ഇപ്പൊ പറയാണ് ഓ കല്ലായാഥ എന്ന് പറയുമ്പോൾ, ഇപ്പൊ വെർബിന്റെ ഫോം ഒന്നും അറിയാത്തവർക്ക്, ഇപ്പോൾ ക്രിയ ഇത് സെക്കൻഡ് ഫോം ആണോ ഇങ്ങനെയൊന്നും അറിയാത്തവർക്ക് ഓ കല്ലായാഥ എന്ന് പറയുമ്പോൾ കല്ലിന് രണ്ടർത്ഥമുണ്ട് അല്ലേ? ഇന്നലെയെന്നുണ്ട് നാളെയെന്നുണ്ട്. അപ്പോൾ കൽ അയാഥ എന്ന് പറഞ്ഞാൽ നാളെയാണോ അല്ലെങ്കിൽ ഇന്നലെയാണോ കഴിഞ്ഞ കാര്യമാണോ പറയുന്നതെന്ന് അറിയാൻ നമ്മൾ ഈ താ കണ്ടാൽ മതി. ഈ താ ഈ കല്ലിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്താ? അത് ഇന്നലെ എന്നാണ് അർത്ഥാക്കുന്നത്. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ. താ തീ ഇത്രേ ഉള്ളൂ. പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാനായിട്ട് സ്ത്രീലിംഗാണെങ്കിൽ തീയും പുല്ലിംഗാണെങ്കിൽ തായും ഉപയോഗിക്കുന്നേ ഉള്ളൂ കേട്ടോ. ശരി, ഇനിയിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം. പ്രസന്റ്. ഇപ്പം നമ്മൾ പാസ്റ്റ് എന്നുള്ള രൂപമാണ് കേട്ടോ പഠിച്ചത്. പാസ്റ്റ് എങ്ങനെയാണ് പറയുക എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. പ്രസന്റിൽ അവൻ വരുന്നു, അവൻ വരുന്നു എന്ന് പറയുമ്പോൾ ഓ ആത്താഹി എന്ന് പറയാം, അല്ലെങ്കിൽ ഓ ആ രഹാഹി എന്ന് പറയാം. അവൻ വരികയാണ്, അവൻ വരികയാണെന്ന് നമ്മൾ പറയില്ലേ? രണ്ടിനും അർത്ഥം ഒന്നാണ്, പക്ഷേ രണ്ട് ടെൻസ് ആണെന്നേ ഉള്ളൂ. അത് നമ്മൾ നോക്കണ്ട. കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മൾ എല്ലാ സെന്റൻസുകളിലും ആ രഹാഹെ കൂട്ടിയേ പറയാം. ഓ അത്താഹെ എന്ന് പറയുമ്പോൾ കുറച്ച് പൊളൈറ്റ്നെസ് കുറവാണ്. കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രൂപം ഇതാണ്. ഓ ആ രഹാഹെ, അവൻ വരികയാണ്. മനസ്സിലായോ? ഇനി അവൻ പോവുകയാണ്, ഓ ജാ രഹാഹെ, ഓ ജാ രഹാഹെ. ഇനി അവളാണെങ്കിൽ ഓ ജാ രഹീഹെ, അവൾ വരികയാണെങ്കിൽ ഓ ആ രഹീഹെ. ഇപ്പൊ ക്ലിയർ ആയിട്ട് പോകണം കേട്ടോ നിങ്ങൾക്ക്. ഈ രഹ രഹി ഇതെല്ലാം നമ്മൾ 60 ഡേയ്സിൽ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ സ്ത്രീലിംഗവും പുല്ലിംഗവും കൂടി ഈ ക്ലാസ്സോടുകൂടി കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ശരി, ഇനി അതുപോലെ ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു എന്നാ പറയണമെങ്കിൽ അവിടെ ഒരു ചെറിയ ഗ്രാമർ പഠിക്കാം നമുക്ക് കേട്ടോ. മേ ജാ രഹാ ഹൂം. അവിടെ മേ ജാ രഹാ ഹേ എന്നല്ല പറഞ്ഞേ, ഹൂം എന്നാ പറഞ്ഞേ. മനസ്സിലായോ? ഹൂം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രസന്റിൽ സംസാരിക്കുമ്പോൾ ഞാൻ വെച്ച് ഞാൻ പോവുകയാണ്. മേ ജാ രഹാ ഹൂം, മേ ജാ രാഹും എന്നാണ് ഷോർട്ടിൽ പറയാം കേട്ടോ. മേ ജാ രാഹും അങ്ങനെ പറയാം. പക്ഷെ ജാ രഹാ ഹൂം എന്നാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹും എന്ന്, അപ്പൊ നമ്മൾ പ്രസന്റിൽ മേം പറയുമ്പോൾ എപ്പോഴും ഹുമ്മ് വെക്കണം. എന്നാൽ എല്ലാ മേം സെന്റൻസ് കാണുമ്പോൾ അവിടെ ഹുമ്മ് വെക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ പ്രസന്റിൽ നോർമലി സംസാരിക്കണേ ഞാൻ പോകുന്നു, മേ ആരാവും, ഞാൻ വരുന്നു, മേ ആ രഹാഹും, ഞാൻ വരുന്നു എന്നാണ് കേട്ടോ. അപ്പൊ മേ ആരാവും എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഹൂം എന്ന് യൂസ് ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കുക.
മേം വരുമ്പോൾ നമ്മൾ നോർമലി പ്രസന്റ് സംസാരിക്കുമ്പോൾ ഹുമ്മാണ് അവിടെ വരുള്ളൂ, ഹേ അല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസ് ഈ ആ, ജ, ഗയ ഈ 3 വാക്കുകൾ നമ്മൾ എത്ര പഠിച്ചാലും ചെറിയൊരു കൺഫ്യൂഷൻ പലർക്കും വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെന്റൻസുകളൊന്നും നോക്കിയത്. ഓക്കെ ശരി. ഇനിയിപ്പോൾ നമ്മൾ പ്രസന്റ് രൂപവും കണ്ടു, പാസ്റ്റ് രൂപം ചെറുതായിട്ട് നോക്കി, പ്രസന്റ് രൂപവും നോക്കി. ഇനി നമുക്ക് ഫ്യൂച്ചറിനെ നോക്കാം അല്ലേ? ഓക്കെ. ഫ്യൂച്ചറിൽ ഇപ്പൊ ഞാൻ വരും, ഫ്യൂച്ചറിൽ പറയുമ്പം ശ്രദ്ധിച്ചോട്ടോ. ഞാൻ വരും എന്ന് പറയുമ്പോൾ മേം ആവുങ്ക. അപ്പോൾ പെണ്ണാണെങ്കിൽ ആവൂങ്കി, മനസ്സിലായോ? ഇതുപോലെ തന്നെ ഫ്യൂച്ചറിൽ കേൾക്കാം ആയേക, ആയെങ്കിൽ. ഇതെല്ലാം ഒരർത്ഥം. ആവൂങ്ക എന്ന് പറഞ്ഞാലും ആവൂങ്കി, അല്ലെങ്കിൽ ആയേക, ആയെങ്കെ, ആയേഗി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട, എല്ലാത്തിനും ഒരർത്ഥം. പക്ഷെ ഇതെങ്ങനെയാണ് വ്യത്യാസമായിട്ട് വരുന്നതെന്നുള്ളത്. ഇപ്പം മേം ഞാൻ പറയുമ്പോൾ ഊങ്ക ഊങ്ക സൗണ്ടാണ് വരിക, ആവൂങ്ക, ജാവൂങ്ക, കരൂങ്ക, മനസ്സിലായോ? അതിനാണ് മേം വരുമ്പോൾ അവിടെയാണ് വരിക. അവർക്ക് സ്ത്രീ ആണെങ്കിൽ ജാവൂങ്കി, ആവൂങ്കി, അങ്ങനെയാണ് വരിക, ഇങ്കിങ്കി, മനസ്സിലാവും? ഇനി അവൻ, അവൻ വരും എന്നാണെങ്കിൽ വോ ആയേക, അവിടെയാണ് ആയേക വരുന്നത്. മേ ആയേക എന്നല്ല, മേ ആവൂങ്ക എന്നാണ്, അല്ലെങ്കിൽ മേ ആവൂങ്കി എന്നാണ്. ഓ ആയേക, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇപ്പം നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോയി മേ ആയേക, മേ കല്ല ആയേക എന്ന് പറഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ ഇത്ര അങ്ങോട്ട് തറവായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല, ഗ്രാമറാ, മനസ്സിലായോ? ഇനി അവർ വരും എന്നാണെങ്കിൽ വേ ആയെങ്കിൽ, മനസ്സിലായോ? അവർ വരും, വേ ആയെങ്കിൽ, അവിടെയാണ് നമ്മൾ ആയെങ്കിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നുന്നു പകുതിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. കാരണം എന്താ പറയുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളുടെ വായിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ എന്താണ് വരുന്നത്, ആവുങ്ക എന്നാണോ അല്ലെങ്കിൽ ആയേക എന്നാണോ ആയേങ്ക എന്നാണോ എന്താണ് വരുന്നത് അതങ്ങോട്ട് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. കുറേ കഴിയുമ്പോൾ മനസ്സിലാവും, ഓ ഞാനല്ലേ അപ്പം ആവുങ്ക എന്നായിരുന്നു പറയേണ്ടതെന്ന്. അപ്പം അത് പറഞ്ഞാണ്. ഓക്കെ, അപ്പം ശരി. ഇനി നമുക്ക് ഈ 3 രൂപങ്ങളുടെ കുറച്ച് ഒരു 2-3 എക്സാമ്പിൾസ് നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയാണ് കുളിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അതൊരു വെർബാണല്ലോ. ഓക്കെ, കുളിക്കുക. കുളിക്കുക എന്താ പറയുന്നത്? നഹാന അല്ലേ? നഹാന എന്നാണ് കുളിക്കുക എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ 3 രൂപങ്ങളും നോക്കാം. ഓക്കെ, അവൻ കുളിക്കുന്നു. നമ്മൾ സംസാര രീതിയിൽ വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. അവൻ കുളിക്കുന്നു എന്ന് പറയില്ല, അവൻ കുളിക്കുകയാണെന്നല്ലേ പറയാം. അവൻ കുളിക്കുക എന്നല്ലേ പറയാം. അപ്പം അവൻ കുളിക്കുകയാണ് എന്ന് പറയുന്നത് വോ നഹാ രഹാ ഹേ. ആ രഹാ ഹേ കൂട്ടിയാണ് പറയാം കേട്ടോ. അവളാണെങ്കിൽ നഹാ രഹി ഹേ. ഓക്കെ ശരി. കൂടുതലും ഇനി മുന്നോട്ടുള്ള അതിൽ ഞാൻ ഈ സെന്റൻസ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇനി വോ നഹാത്താ ഹേ, നാത്താ ഹേ എന്നൊക്കെ പറയും കേട്ടോ. വോ നഹാത്താ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുളിക്കുന്നു, ഒരു ഫുൾ സ്റ്റോപ്പാണ്, അതിനൊരു ഫ്ലുവൻസി ഇല്ല, ഒരു ഫ്ലോ കുറവായിരിക്കും. അവൻ കുളിക്കുന്നു, അവൻ കുളിക്കുകയാണ് എന്ന് പറയില്ല. അപ്പോൾ വോ നഹാത്താ ഹേ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കും വോ നഹാ രഹാ ഹേ, മനസ്സിലായോ? അപ്പം മുന്നോട്ടുള്ളതിന് ഞാൻ ഈ നഹാ രഹാ ഹേ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാം, ഈ ഒരു രൂപമായിരിക്കും കേട്ടോ. ശരി. ഇനി അവൻ കുളിച്ചു, അവൻ കുളിച്ചു, അപ്പം അത് പാസ്റ്റായി. കുളിക്കുകയാണ്, പ്രസന്റ് ആണ് അല്ലേ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. പാസ്റ്റ് ആവുമ്പോൾ എന്തായി? കുളിച്ചു എന്നായി. അപ്പം അതിനെങ്ങനെ പറയാം? വോ നഹാലിയ എന്നാട്ടോ പാസ്റ്റ് രൂപം. കുളിക്കുക എന്നുള്ളതിന് നഹാലിയ. നഹാലിയ എന്ന് പറഞ്ഞാൽ കുളിച്ചു. ഓക്കെ, ഇനി കുളിച്ചിരുന്നു എന്നാണെങ്കിൽ അവിടെ താ വന്നു കേട്ടോ. അപ്പൊ കുളിച്ചു എന്ന് പറയുമ്പോൾ നഹാലിയ, കുളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വോ നഹാലിയ ഥ. മനസ്സിലായോ? ഥ വന്നപ്പോൾ എന്തായി മനസ്സിലായി നമുക്ക്? പാസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാ? വോ നഹായേക, വോ നഹായേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുളിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ 3 രൂപങ്ങൾ. അപ്പൊ എല്ലാ ക്രിയകൾക്കും ഇതുപോലെയുള്ള 3 രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഈസിയാണ്, എല്ലാത്തിന്റെ ഒരേ പോലെ ഇരിക്കും. അതിലൊക്കെ ഇപ്പൊ നഹാന, കേൽന, ഖാന അങ്ങനെയുള്ള വെർബുകൾ ആ അർത്ഥങ്ങൾ മാത്രം മാറ്റി പിടിച്ചാൽ മതി. ബാക്കിയുള്ള രൂപങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയായിരിക്കും. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്താ പറയാ ബൈഹാട്ടിയിൽ ഉണ്ടാവുള്ളൂ, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം ഒരേ രൂപങ്ങളായിരിക്കും കേട്ടോ. ശരി. ഇനിയിപ്പോ കരയുക. കരയുക എന്ന വാക്ക് അതിനെന്താ ഹിന്ദിയിൽ പറയുന്നതെന്നറിയോ? റോന. റോന എന്നാണ് കരയുക. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയാണ് അവൻ കരയുവാണ്.
അവൻ കരയുകയാണ്. വോ റോ രഹാ ഹെ. വോ റോ രഹാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കരയുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവൻ കരയുന്നു എന്നാണെങ്കിൽ ഓ റോത്താഹെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓ റോത്താഹെ എന്ന് വെച്ചാൽ അവൻ കരയുന്നു എന്നാ. ഓക്കെ. വോ റോ രഹാ ഹെ. അതിൻ്റെ ഷോർട്ട് വരുന്നത് ഓ റോരെ. ഓ റോരെ എന്നേ പറയുള്ളൂ. സംസാരിക്കുമ്പോൾ നമ്മൾ ഓ റോ രഹാ ഹെ എന്ന് പറയണ്ട കേട്ടോ. ഓ റോരെ, അവൻ കരയുക. മനസ്സിലായോ? ഇനിയിപ്പോൾ പറയാണ് അവൻ ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ആക്കിപ്പോയി, മക്കളെ എവിടെയെങ്കിലും ആക്കിപ്പോയി തിരിച്ചു വന്നപ്പോൾ അവൻ കരഞ്ഞിരുന്നു. അവൻ കരഞ്ഞിരുന്നു എന്ന് പറയുകയാണെങ്കിൽ വോ റോയാത്ത. വോ റോയാത്ത എന്ന് പറഞ്ഞാൽ അവൻ കരഞ്ഞിരുന്നു. മനസ്സിലായോ? ഇനി അവൻ കരഞ്ഞു എന്നാണെങ്കിൽ വോ റോയ, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആ താ വേണ്ട. കരഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ തായുടെ യൂസ് അവിടെ വരുന്നത്. മനസ്സിലായോ? ശരി, ഇത് രണ്ടും പാസ്റ്റാണ്. ഓ റോയാത്ത എന്ന് പറഞ്ഞാലും ഓ റോയ എന്ന് പറഞ്ഞാലും പാസ്റ്റാണ്. ഓക്കെ. ഇനി പറയാണ് വേണ്ട, അവനെ ഞാൻ കൊണ്ടുപോവാം. അവനിവിടെ നിർത്തിപ്പോയാൽ അവൻ കരയും. സിറ്റുവേഷൻ ആട്ടോ ഞാൻ പറയുന്നത്, സെന്റൻസ് ഞാൻ പറയുന്നില്ല. അവൻ കരയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വോ റോയേക. വോ റോയേക. കണ്ടോ? മറ്റേ നഹായേക. വോ നഹായേക, അവൻ കുളിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ വോ റോയേക. അപ്പം അതാ ഞാൻ പറഞ്ഞേ, അർത്ഥങ്ങൾ മാത്രം പഠിച്ചെടുക്കുക, രൂപങ്ങൾ നമുക്ക് ടക്കെന്ന് ക്ലിക്കാവും കേട്ടോ. കാരണം എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഒരു എക്സാമ്പിൾ കൂടി. കളിക്കുക. കളിക്കുകയെന്ന് എങ്ങനെയാ പറയാ? കേൽന എന്നാണ് അല്ലേ? കേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പൊ ഈ 3 രൂപം നമുക്ക് നോക്കാലോ. അവൻ കളിക്കുകയാണ്. ഓ കേൾ രഹാ ഹെ. അവൻ കളിക്കുന്നു എന്നാണെങ്കിൽ ഓ കേൾത്താ ഹെ അല്ലേ? ഓ കേൾ രഹാ ഹെ, അവൻ കളിക്കുകയാണ്. ഇനിയിപ്പോ പറയാണ് അവൻ കളിച്ചിരുന്നു. ഓ ഖേലാത്ത, അവൻ രാവിലെ കളിച്ചിരുന്നു. ഓ സുബേ ഖേലാത്ത. മനസ്സിലായോ? ഖേലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചിരുന്നു. ഇനി അവൻ കളിച്ചു. ഞാൻ കളിച്ചു. ഇനി നീ കളിക്ക് എന്ന് പറയില്ലേ? ഞാൻ കളിച്ചു. അതുപോലെ അവൻ കളിച്ചു. ഓ ഖേല, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആ താ വരുന്നില്ല അവിടെ. കളിച്ചു, ഫുൾ സ്റ്റോപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ. ശരി, ഇനി കളിക്കും എന്നാണെങ്കിൽ അവൻ കളിക്കും. ഓ ഖേലേക. ഓ റോയേക. ഓ നഹായേക. അതുപോലെ തന്നെ സെയിം ഫോമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിത് കുറച്ച് അറിയാനുണ്ട്. ഇത് മൊത്തം അറിഞ്ഞു വെച്ചോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം നമ്മൾ കുറേ വേർഡ്സുകൾ, അതിൽ വരുന്ന ഗ്രാമറുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വേർഡ്സുകളുടെ സെൻറ്റൻസുകളും, വേർഡ്സുകളുടെ അർത്ഥങ്ങളും സെൻറ്റൻസുകളുടെ അർത്ഥങ്ങളും ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.